വെള്ളാപ്പള്ളിക്ക് പി ശശിയുടെ വക്കീൽ നോട്ടീസ്. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെതിരെ CPM സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് പി ശശിയുടെ വക്കീൽ നോട്ടീസ്. രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ അന്തകൻ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി നിയന്ത്രിച്ച ഓഫീസാണെന്ന് വിമർശിച്ച് വെള്ളാപ്പള്ളി ഒരു ചാനൽ അഭിമുഖത്തിൽ പ്രതികരിച്ചിരുന്നു. ഈ വ്യാജ ആരോപണങ്ങൾ പിൻവലിച്ച് മാപ്പ് പറയണമെന്ന വക്കീൽ നോട്ടീസിൽ പി ശശി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അഡ്വക്കേറ്റ് കെ വിശ്വൻ മുഖേനയാണ് നോട്ടീസ് അയച്ചത്. നേരത്തെ മുൻ നിലമ്പൂർ MLA PV അൻവറിന്റെ ആരോപണങ്ങൾ വ്യാജമാണെന്ന് ചൂണ്ടിക്കാട്ടി പി ശശി മാനനഷ്ടത്തിന് കേസ് ഫയൽ ചെയ്തിരുന്നു. ഷെയ്ൻ നിഗത്തിന്റെ ദൃഢം ചിത്രത്തിനെതിരെ ആരോപണവുമായി മുൻ DGP R ശ്രീലേഖ. ഷെയ്ൻ നിഗം നായകനായി അഭിനയിച്ച് 2026 പുറത്തിറങ്ങിയ ഒരു മലയാളം ക്രൈം ത്രില്ലർ ചിത്രമാണ് ദൃഢം. മാർട്ടിൻ ജോസഫ് സംവിധാനം ചെയ്ത ഈ ചിത്രം പ്രശസ്ത സംവിധായകൻ ജിത്തു ജോസഫാണ് പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. ഇപ്പോഴിതാ ദൃഢം കോപ്പിയടിയാണെന്ന് ആരോപിച്ച് മുൻ DGPയും കൗൺസിലറുമായ R ശ്രീലേഖ രംഗത്തെത്തിയിരിക്കുകയാണ്. തന്റെ ചെറുകഥ മോഷ്ടിച്ചതാണ് ദൃഢമെന്നാണ് ശ്രീലേഖ ആരോപിക്കുന്നത്. താൻ കുറെ വർഷങ്ങൾക്ക് മുമ്പ് എഴുതി മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ പ്രസിദ്ധീകരിച്ച കരിങ്കുടി പോലീസ് സ്റ്റേഷൻ എന്ന ചെറുകഥ മോഷ്ടിച്ചതാണ് ഇതിലെ മൂലകഥ എന്ന് പറഞ്ഞാൽ ഒരു തെറ്റുമില്ല എന്നാണ് ശ്രീലേഖ ആരോപിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് സൗജന്യ യാത്രയുമായി സ്വകാര്യ ബസ് ഉടമ. KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര പ്രഖ്യാപിച്ച വിദ്യാർത്ഥികളെ അവഗണിച്ചതിൽ പ്രതിഷേധിച്ചും അവർക്ക് തണലായും ഒരു സ്വകാര്യ ബസ് ഉടമ രംഗത്ത്. പൂത്തോട്ട കലൂർ റൂട്ടിലോടുന്ന KPM ട്രാവൽസ് ആണ് +2 വരെയുള്ള സ്കൂൾ കുട്ടികൾക്ക് തങ്ങളുടെ ബസ്സിൽ പൂർണ്ണമായും സൗജന്യ യാത്ര അനുവദിച്ചിരിക്കുന്നത്. മർച്ചന്റ് നേവി ക്യാപ്റ്റൻ കൂടിയായ ബസ് ഉടമ KP പങ്കജാക്ഷനാണ് ഈ വേറിട്ട മാതൃകയ്ക്ക് പിന്നിൽ. തന്റെ ഉടമസ്ഥതയിലുള്ള 7 ബസ്സുകളിൽ ഒന്നിലാണ് അദ്ദേഹം ഈ സൗകര്യം ആദ്യഘട്ടമായി ഒരുക്കിയിരിക്കുന്നത്. ഇതിനായി ബസ്സിൽ പ്രത്യേക സ്റ്റിക്കറും പതിപ്പിച്ചിട്ടുണ്ട്. +2 വരെയുള്ള വിദ്യാർത്ഥികൾക്കാണ് ആദ്യഘട്ട പരിഗണന. പ്രതിദിനം 250-ലധികം വിദ്യാർത്ഥികളാണ് ഈ ബസ്സിൽ യാത്ര ചെയ്യാറെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ത്യയിൽ ടെലഗ്രാം നിരോധിച്ചു. നീറ്റ് UG പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായി രാജ്യത്ത് മെസ്സേജിംഗ് പ്ലാറ്റ്ഫോമായ ടെലഗ്രാമിന്റെ പ്രവർത്തനം താൽക്കാലികമായി നിരോധിച്ച കേന്ദ്ര സർക്കാർ ജൂൺ 22 വരെയാണ് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ടെലഗ്രാമിലെ മെസ്സേജ് എഡിറ്റിംഗ് ഫീച്ചറും ജൂൺ 30 വരെ പ്രവർത്തിക്കില്ല. ചോദ്യപേപ്പർ ചോർച്ച തടയുന്നതിന്റെ ഭാഗമായാണ് കേന്ദ്രത്തിന്റെ നീക്കം. ജൂൺ 21-നാണ് NDA പുനഃപരീക്ഷ നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. പരീക്ഷയ്ക്ക് മുന്നോടിയായി ടെലഗ്രാം പ്ലാറ്റ്ഫോമിന് താൽക്കാലിക നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനുള്ള കേന്ദ്ര തീരുമാനത്തെ NDA സ്വാഗതം ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ നോട്ടീസിന് മറുപടി നൽകി വഖഫ് ബോർഡ്. മുനമ്പം തർക്കഭൂമി വിവരങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ ഉമീദ് പോർട്ടലിൽ ചേർത്തതുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാർ നൽകിയ നോട്ടീസിന് മറുപടി നൽകി സംസ്ഥാന വഖഫ് ബോർഡ്. തങ്ങൾ നിയമപരമായ ഉത്തരവാദിത്തം മാത്രമാണ് നിറവേറ്റിയതെന്നും മുനമ്പത്തെ ഭൂമി നേരത്തെ തന്നെ കേരള വഖഫ് ബോർഡിന്റെ ആസ്തി രജിസ്റ്ററിൽ ഉള്ളതാണെന്നും കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രാലയത്തിന് നൽകിയ വിശദീകരണത്തിൽ ബോർഡ് വ്യക്തമാക്കി. കേന്ദ്ര സർക്കാരിന്റെ പുതിയ ഉമീദ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെട്ട മുഴുവൻ വഖഫ് സ്വത്തുക്കളുടെയും വിവരങ്ങൾ നിശ്ചിത സമയത്തിനുള്ളിൽ പോർട്ടലിൽ ചേർക്കേണ്ടത് നിർബന്ധമാണ്. ബന്ധപ്പെട്ട മുത്തവല്ലിമാർ വിവരങ്ങൾ നൽകാൻ തയ്യാറാകാത്ത സാഹചര്യത്തിൽ വഖഫ് സ്വത്തുക്കളുടെ സംരക്ഷണ ചുമതലയുള്ള അതോറിറ്റി എന്ന നിലയിലാണ് ബോർഡ് നേരിട്ട് വിവരങ്ങൾ പോർട്ടലിൽ അപ്ലോഡ് ചെയ്തത്. ഇത് കേവലം നിയമപരമായ ഒരു നടപടിക്രമം മാത്രമാണെന്നും പുതിയതായി ഒരു അവകാശവും ഇതിലൂടെ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ലെന്നും വഖഫ് ബോർഡ് ചൂണ്ടിക്കാട്ടി.